അനിലിന്റെ ഭാര്യയാണ് അനിത. എറണാകുളത്തുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ ജോലിക്കാരിയാണ് അവർ. ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ഒരു 4 മണിയോടെ മടങ്ങി വരികയാണ്. അപ്പോഴാണ് തൻ്റെ സുഹൃത്തായിട്ടുള്ള ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ബാലനെയും ഭാര്യയെയും കണ്ടത്. അങ്ങനെ അവര് പരസ്പരം വലിയ സന്തോഷത്തോടു കൂടി ഒരുപാട് കാലത്തിന് ശേഷം കാണുകയാണ്, സംസാരിക്കാൻ തുടങ്ങി. ബാലനും ഭാര്യയും ഒരുപോലെ അനിതയെ ക്ഷണിച്ചു, വീട്ടിലേക്ക് പോയിട്ട് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ആ ഒരു ക്ഷണത്തെ നിരസിക്കാൻ അനിതയ്ക്ക് കഴിഞ്ഞില്ല. അനിത അവരുടെ കൂടെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ അവര് ഒരുമിച്ചിരുന്ന് പഴയ ചങ്ങാതി കഥകളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. നല്ല രസകരമായിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അനിത വാച്ചിലേക്ക് നോക്കുന്നത്. സമയം ഒരുപാടായിട്ടുണ്ട്, ഇനി വീട്ടിലേക്ക് പോകണമല്ലോ. എന്നാൽ ഞാൻ പോട്ടെ, ഞാൻ ഇറങ്ങട്ടെ, നേരം ഒരുപാട് വൈകി എന്ന് പറഞ്ഞ് ബാലനോട് തിരിച്ച് ഇറങ്ങാൻ നിന്നപ്പോൾ ബാലന്റെ ഭാര്യ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അവരെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോരൂ, നമ്മുടെ വണ്ടി എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യ പറഞ്ഞതനുസരിച്ച് കാർ എടുത്തുകൊണ്ട് അനിതയും കയറ്റി രണ്ടുപേരും കൂടി അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിയിലാണ് ആ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഒരു വലിയ ലോറി വന്നിട്ട് അവരുടെ കാറുമായിട്ട് കൂട്ടിയിടിച്ച് വലിയൊരു മേജർ ആക്സിഡന്റ് ഉണ്ടായി. വലിയ രീതിയിലുള്ള പരിക്കുകളൊക്കെ പറ്റി രണ്ടുപേരുടെയും ബോധം നഷ്ടപ്പെട്ടു. അങ്ങനെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തു. ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഭാര്യ വരാത്തതറിഞ്ഞ് അനിലിന് വല്ലാത്ത സങ്കടം തോന്നി. അപ്പോഴാണ് ഒരു കോള് വന്നത്, ഇങ്ങനെ ഒരു അപരിചിതന്റെ കൂടെ ആക്സിഡന്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട് തന്റെ ഭാര്യയെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനിലിന് വല്ലാത്തൊരു സങ്കടം തോന്നി, ദേഷ്യവും വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അനിലിൻ്റെത്. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഇവളെ എന്താണ് എന്നോട് ഇതൊന്നും പറയാതിരുന്നത്, അവരെവിടെ പോയതായിരുന്നു, എന്താണ് അദ്ദേഹവുമായിട്ട് ആ ഒരു കാറിൽ പോകാനുണ്ടായ കാരണം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാട് കയറിയിട്ടുള്ള ചിന്ത സ്വാഭാവികമായിട്ടും അനിലിന് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഓടി ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെ നോക്കുമ്പോൾ ICUവിൽ കുറെ ആളുകളൊക്കെ ഉണ്ട്, അവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ബാലന്റെ ഭാര്യയായിരുന്നു. അങ്ങനെ ബാലന്റെ ഭാര്യ വന്നിട്ട് അവരെ പരിചയപ്പെട്ടു, അനിലുമായിട്ട് സംസാരിച്ചു. കൃത്യമായിട്ട് കാര്യങ്ങൾ എന്താ സംഭവിച്ചത് എന്ന് അവർ തുറന്ന് സംസാരിച്ചു. അപ്പോഴാണ് അനിലിന് ശ്വാസം നേരെ വീണത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, അനിത ബാലന്റെ ആ വീട്ടിലേക്ക് പോയത് അനിൽ അറിഞ്ഞിട്ടില്ല, അവരോട് വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. ഇതാണ് സംഭവം. നമ്മൾ പാർട്ട്നേഴ്സ് പരസ്പരം എവിടെ പോവുകയാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ യാതൊരുവിധ സംശയവും ഉദിക്കുന്നില്ല. പരസ്പരം കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ യാതൊരു പ്രശ്നങ്ങൾക്കും സാധ്യതയില്ല. ഇതാണ് നമ്മൾ ഒരുപക്ഷെ നിസ്സാരമായിട്ട് കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ പരസ്പരം ഉണ്ടെങ്കിൽ ആ ഒരു കുടുംബജീവിതം വളരെ മനോഹരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.